Welcome to Surface Chemistry. Section 3 Colloids. ഈ ടോപ്പിക്കിലെ 7ാമത്തെ ക്ലാസ്സാണിത്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊളോയിഡുകളുടെ പ്രോപ്പർട്ടികളാണ്. 4 പ്രോപ്പർട്ടികൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇനി 5ാമത്തെ പ്രോപ്പർട്ടിയാണ് ചർച്ച ചെയ്യുന്നത്. ചാർജ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് ഉണ്ട്. ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ക്യാരി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ്. എക്സാമ്പിൾസ് നോക്കാം. ആദ്യം പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡുകൾക്ക് ഉദാഹരണങ്ങൾ കാണാം. പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾസ്. നോക്കൂ, ഏതൊക്കെയാണ്? ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്സ്. ഏതാണ്? ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്സ്. ഏതാണ്? ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്. എക്സാമ്പിൾ നോക്കൂ. അലുമിനിയം ഓക്സൈഡ് Al2O3 എന്നാണ് എഴുതുക. XH2 ഹൈഡ്രേഷനെ കാണിക്കാനാണ് XH2 എന്ന് എഴുതിയത്. CrO3 XH2 ക്രോമിയത്തിൻ്റെ ഓക്സൈഡാണ്, ഹൈഡ്രേറ്റഡ് ക്രോമിയം ഓക്സൈഡ്. Fe2O3 XH2 ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. ഇതിനെയാണ് നമ്മൾ തുരുമ്പ്, റസ്റ്റ് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡുകൾ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡുകളാണ്. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ബേസിക് ഡൈസ്റ്റേഴ്സ്. ഡൈ എന്ന് പറഞ്ഞാൽ നിറമുള്ള പദാർത്ഥങ്ങളാണ്. ഡൈസ് പൊതുവെ ഭക്ഷണ പദാർത്ഥങ്ങൾക്കും വസ്ത്രങ്ങൾക്കും നിറം കൊടുക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഡൈസ്. പൊതുവെ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ ബേസിക് ഡൈസ്റ്റേഴ്സ് പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡാണ്. അതിന് എക്സാമ്പിൾ മെത്തിലീൻ ബ്ലൂസോൾ, ഹീമോഗ്ലോബിൻ, ബ്ലഡിൽ കാണുന്ന ഹീമോഗ്ലോബിൻ. അപ്പോൾ ബേസിക് ഡൈസ്റ്റേഴ്സിന് എക്സാമ്പിൾ മെത്തിലീൻ ബ്ലൂസോൾ, മറ്റൊന്ന് ഹീമോഗ്ലോബിൻ. ഇനി പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ് ഏതാണ്? ഓക്സൈഡുകളാണ്. ടൈറ്റാനിയം ഡയോക്സൈഡ് സോൾ. ഓക്സൈഡുകൾ പലതും പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡുകളാണ്. ഇപ്പോൾ ഏതൊക്കെയാണ്? ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്സ്, പിന്നെ ബേസിക് ഡൈസ്റ്റേഴ്സ്, പിന്നെ ഏതാണ്? ഓക്സൈഡുകൾ. ഈ 3 ടൈപ്പും പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡുകളാണ്. ഇനി നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡുകൾ ഏതൊക്കെയാണ് നോക്കാം. നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾസ്. മെറ്റൽ സോൾസ്, അതായത് മെറ്റൽ കൊളോയിഡുകൾ നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്. കോപ്പറിൻ്റെ കൊളോയിഡ്, സിൽവറിൻ്റെ കൊളോയിഡ്, ഗോൾഡിൻ്റെ കൊളോയിഡ്, ഇതെല്ലാം നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്. ഓക്കെ. അടുത്ത ടൈപ്പ് അസിഡിക് ഡൈസ്റ്റേഴ്സ്. അസിഡിക് ഡൈസ്റ്റേഴ്സ് നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്. ഇയോസിൻ, കോങ്കോ റെഡ് സോൾസ്, ഇതെല്ലാം നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡുകളാണ്. വേറൊരു എക്സാമ്പിൾ മെറ്റാലിക് സൾഫൈഡ്സ് ആണ്. മെറ്റലിൻ്റെ കൂടെ സൾഫർ വരുമ്പോഴാണ് സൾഫൈഡ് ഉണ്ടാവുന്നത്. ആഴ്സീനിയസ് സൾഫൈഡ് As2S3, ആൻറ്റിമണി സൾഫൈഡ് Sb2S3, കാഡ്മിയം സൾഫൈഡ് CdS, ഇതെല്ലാം നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡുകളാണ്. വേറൊരു എക്സാമ്പിൾ സ്റ്റാർച്ച് നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡാണ്. ഗം, പശകൾ, ജലാറ്റിൻ, ക്ലേ കളിമണ്ണ്, ചാർക്കോൾ കരിപ്പൊടി, ഇതെല്ലാം നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡുകളാണ്. ഇപ്പം നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡുകൾക്ക് എക്സാമ്പിൾ മെറ്റൽ കൊളോയിഡുകൾ, പിന്നെ അസിഡിക് ഡൈസ്റ്റേഴ്സ്, പിന്നെ മെറ്റാലിക് സൾഫൈഡ്സ്,
പിന്നെ സ്റ്റാർച്ച്, ഗം, ജെലാറ്റിൻ, ക്ലേ, ചാർക്കോൾ തുടങ്ങിയവ. അപ്പോൾ കൊളോയിഡുകൾക്ക് ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാകാം അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാകാം. 2 കോളമായി കൊടുത്തിട്ടുണ്ട്, നോട്ട് എഴുതിയെടുക്കണം. ഇനി കൊളോയിഡുകൾക്ക് ചാർജ് കിട്ടാനുള്ള കാരണം എന്താണ്? റീസൺ ഫോർ ദി ചാർജ് ഓൺ സോൾ പാർട്ടിക്കിൾസ്. 1 ഇലക്ട്രോൺ ക്യാപ്ചറാണ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇലക്ട്രോണിനെ പിടിച്ചെടുക്കും. ഇതിനെയാണ് ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂ ടു ഇലക്ട്രോൺ ക്യാപ്ചർ ബൈ സോൾ പാർട്ടിക്കിൾസ്. 2 ഡ്യൂ ടു പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ് ഫ്രം സൊല്യൂഷൻ, അതായത് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേർഷൻ മീഡിയത്തിൽ നിന്ന് കൊളോയിഡുകൾ ഒന്നുകിൽ പോസിറ്റീവ് ചാർജിനെ അഡ്സോർബ് ചെയ്യും അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിനെ അഡ്സോർബ് ചെയ്യും. പോസിറ്റീവ് ചാർജ് അഡ്സോർബ് ചെയ്താൽ പോസിറ്റീവ് ചാർജ് കിട്ടും, നെഗറ്റീവ് ചാർജ് അഡ്സോർബ് ചെയ്താൽ നെഗറ്റീവ് ചാർജ് കിട്ടും. ഏതെങ്കിലും ഒരു അയോണിനെ ഒരു ടൈപ്പ് കൊളോയിഡ് അഡ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. 3ാമത്തെ കാരണം ഡ്യൂ ടു ഫോർമുലേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. കൊളോയിഡുകൾക്ക് ഒരു ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് ഹെൽമോൾട്ട്സ് ഡബിൾ ലെയർ. ഹെൽമോൾട്ട്സ് ഡബിൾ ലെയർ, സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ഇപ്പോൾ കൊളോയിഡുകൾക്ക് ചാർജ് കിട്ടാൻ 3 കാരണങ്ങൾ. 1 ഇലക്ട്രോൺ ക്യാപ്ചർ, മറ്റൊന്ന് പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ, മറ്റൊരു കാരണം ഫോർമേഷൻ അല്ലെങ്കിൽ ഫോർമുലേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഇതിൽ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഉത്തരം 2ാമത്തതാണ്, ഡ്യൂ ടു പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ് ഫ്രം സൊല്യൂഷൻ. ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടത് ഇതാണ്, ഡ്യൂ ടു പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ് ഫ്രം സൊല്യൂഷൻ അല്ലെങ്കിൽ ഡിസ്പേർഷൻ മീഡിയം. ഇനി കുറച്ച് എക്സ്ട്രാ പോയിന്റുകളാണ്, ഒന്ന് നോക്കണം. സിൽവർ നൈട്രേറ്റ് പൊട്ടാസ്യം അയോഡൈഡിലേക്ക് ചേർക്കും. പറയുന്ന ക്രമം ഒന്ന് നോക്കണേ. സിൽവർ നൈട്രേറ്റ് പൊട്ടാസ്യം അയോഡൈഡിലേക്ക് ചേർക്കും. കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റ് സിൽവർ അയോഡൈഡാണ്, AgI. ഇതിന് നെഗറ്റീവ് ചാർജാണ് കിട്ടുക. കാരണം ഈ പ്രസിപ്പിറ്റേറ്റ് I- അയോണിനെ അഡ്സോർബ് ചെയ്യുന്നു. I- എന്ന് പറഞ്ഞാൽ അയോഡൈഡ് അയോൺ, ഇതിനെയാണ് അഡ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ സിൽവർ നൈട്രേറ്റ് പൊട്ടാസ്യം അയോഡൈഡിലേക്ക് ചേർക്കുമ്പോൾ, സിൽവർ നൈട്രേറ്റ് പൊട്ടാസ്യം അയോഡൈഡിലേക്ക് ചേർക്കുമ്പോൾ കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റ് ഏതാണ്? AgI. അതിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ചാർജ് കിട്ടിയത്? I- അഡ്സോർബ് ചെയ്യുന്നതുകൊണ്ട്. ഇനി നോക്കൂ, when silver nitrate solution is added to potassium iodide solution, the precipitated silver iodide absorbs iodide ions from the dispersion medium, and so colloid is negatively charged. അതുകൊണ്ട് കൊളോയിഡ് നെഗറ്റീവ് ചാർജ് ഉള്ളതായിട്ട് മാറും. ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ നോക്കൂ, AgI. ഇതാണ് പ്രസിപ്പിറ്റേറ്റ് AgI. പിന്നെ ഒരു ബാർ, ഒരു വരട്ടു, പിന്നെ I-. എന്താണ് ഇതിൻ്റെ അർത്ഥം? AgI I- അഡ്സോർബ് ചെയ്യുന്നു, AgI I- അഡ്സോർബ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ കാണിച്ചിരിക്കുന്നത് നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡാണ്. ഇനി ക്രമം ഒന്ന് മാറ്റുകയാണ്. എന്താണ് ക്രമം മാറ്റുക എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ ചെയ്തത് സിൽവർ നൈട്രേറ്റ് പൊട്ടാസ്യം അയോഡൈഡിലേക്ക് ചേർക്കുകയാണ്. സിൽവർ നൈട്രേറ്റ് പൊട്ടാസ്യം അയോഡൈഡിലേക്ക് ചേർക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ച് ചെയ്യുന്നു. പൊട്ടാസ്യം അയോഡൈഡ് സിൽവർ നൈട്രേറ്റിലേക്ക് ചേർക്കുകയാണ്. പൊട്ടാസ്യം അയോഡൈഡ് സിൽവർ നൈട്രേറ്റിലേക്ക് ചേർത്താൽ AgI എന്ന് പറയുന്ന പ്രസിപ്പിറ്റേറ്റ് കിട്ടും. പക്ഷേ അതിന് പോസിറ്റീവ് ചാർജ് ആവും. എങ്ങനെയാണ് പോസിറ്റീവ് ചാർജ് വരുന്നത്? ഈ സമയത്ത് I- അല്ല അഡ്സോർബ് ചെയ്യുന്നത്, Ag+നെയാണ് അഡ്സോർബ് ചെയ്യുന്നത്. Ag+നെ അഡ്സോർബ് ചെയ്താൽ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ് കിട്ടും. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. സിൽവർ നൈട്രേറ്റ് പൊട്ടാസ്യം അയോഡൈഡിലേക്ക് ചേർത്താൽ നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡാണ്. ഓക്കെ, കാരണം I- അഡ്സോർബ് ചെയ്തു.
ഒന്നുകൂടെ വിശദമാക്കുക. AgI I മൈനസിനെ അഡ്സോർബ് ചെയ്തു. ഉണ്ടോ? ചിത്രം ഇങ്ങനെ വരയ്ക്കാം. AgI I മൈനസിനെ അഡ്സോർബ് ചെയ്തു. നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡാണ്. തിരിച്ചാണെങ്കിലോ പൊട്ടാസ്യം അയോഡൈഡ് സിൽവർ നൈട്രേറ്റിലേക്ക് ചേർത്താൽ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ് കിട്ടും. കാരണം Ag+നെയാണ് അഡ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ചിത്രത്തിൽ എന്ത് മാറ്റം വരുത്തിയാലും മതി, I- എന്നുള്ള സ്ഥലത്ത് Ag+ എന്ന് വരച്ചാൽ മതി. അപ്പോൾ വെൻ പൊട്ടാസ്യം അയോഡൈഡ് ഈസ് ആഡഡ് ടു സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾട്ട് റിസൾട്ട്സ് ഡ്യൂ ടു അഡ്സോർപ്ഷൻ ഓഫ് Ag+ അയോൺസ് ഫ്രം ഡിസ്പെർഷൻ മീഡിയം. Ag തന്നെയാണ് കിട്ടുന്നത്, പക്ഷേ I- അല്ല, എന്തെഴുതണം? Ag+. അപ്പം ക്രമം ഒന്ന് ശ്രദ്ധിക്കണം. സിൽവർ നൈട്രേറ്റ് പൊട്ടാസ്യം അയോഡൈഡിലേക്ക് ചേർത്താൽ നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ്. പൊട്ടാസ്യം അയോഡൈഡ് സിൽവർ നൈട്രേറ്റിലേക്ക് ചേർത്താൽ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ്. ഓക്കെ, ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടി കാണാം. ചൂടുവെള്ളത്തിലേക്ക് ഫെറിക് ക്ലോറൈഡ് ചേർക്കുന്നു. ചൂടുവെള്ളത്തിലേക്ക് ഫെറിക് ക്ലോറൈഡ് ചേർക്കുന്നു. കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റ് ഏതാണ്? ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്, Fe2O3 ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. ഇതിൻ്റെ ചാർജ് പോസിറ്റീവാണ്. കാരണം എന്താണ്? പോസിറ്റീവ് ചാർജുള്ള Fe3+ അയോണിനെ അഡ്സോർബ് ചെയ്യുന്നു. ഈ പ്രസിപ്പിറ്റേറ്റ് പോസിറ്റീവ് ചാർജുള്ള Fe3+ അയോണിനെ, അതായത് ഫെറിക് അയോണിനെ അഡ്സോർബ് ചെയ്യുന്നു. അപ്പം ക്രമം ഒന്ന് നോക്കൂ. ഫെറിക് ക്ലോറൈഡ് ചൂടുവെള്ളത്തിലേക്ക് ആഡ് ചെയ്യാം. ഈ ഫെറിക് ക്ലോറൈഡ് ഈസ് ആഡഡ് ടു എക്സസ് ഓഫ് ഹോട്ട് വാട്ടർ. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് എന്ന് വേണം. എ പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ ഓഫ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ഈസ് ഫോംഡ് ഡ്യൂ ടു അഡ്സോർപ്ഷൻ ഓഫ് Fe3+ അയോൺസ്. ഇനി ഇതേ കാര്യം വെള്ളത്തിന് പകരം NaOH എടുക്കുന്നു. When ferric chloride is added to NaOH, അതായത് sodium hydroxide, a negatively charged sol is obtained with adsorption of OH- ions. ഇപ്പോൾ ഫെറിക് ക്ലോറൈഡ് NaOHലേക്ക് ചേർത്താൽ, ഫെറിക് ക്ലോറൈഡ് NaOH സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് ചേർത്താൽ നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡാണ് കിട്ടുക. കാരണം എന്താ? Fe2O3 H2O ആരെയാണ് അഡ്സോർബ് ചെയ്യുന്നത്? നെഗറ്റീവ് ചാർജുള്ള OH- ഹൈഡ്രോക്സൈൽ അയോണിനെയാണ് അഡ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നേരത്തെ പറഞ്ഞതാണ്. കൊളോയിഡ്സ് ഹാവ് എ ഡബിൾ ലെയർ ഓഫ് ഇലക്ട്രിക്കൽ ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജസ് നോൺ ആസ് ഹെൽമോൾട്ട്സ് ഡബിൾ ലെയർ. കൊളോയിഡുകൾക്ക് ഇലക്ട്രിക് ചാർജിൻ്റെ ഒരു ഡബിൾ ലെയറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഹെൽമോൾട്ട്സ് ഡബിൾ ലെയർ. ദ ഫസ്റ്റ് ലെയർ ഈസ് ഫിക്സഡ് ലെയർ ആൻഡ് ദ സെക്കൻഡ് ലെയർ ഈസ് ഡിഫ്യൂസ്ഡ് അല്ലെങ്കിൽ മൊബൈൽ ലെയർ. ഇപ്പോൾ കൊളോയിഡുകൾക്ക് ഇലക്ട്രിക് ചാർജിൻ്റെ ഒരു ഡബിൾ ലെയർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഹെൽമോൾട്ട്സ് ഡബിൾ ലെയർ. സ്പെല്ലിംഗ് നോക്കണം. ഇതിൽ ആദ്യത്തെ ലെയർ ഫിക്സഡ് ആണ്, കാരണം അഡ്സോർബ് ചെയ്ത ലെയറാണ്, അത് ഫിക്സഡ് ആണ്. സെക്കൻഡ് ലെയർ ഫിക്സഡ് അല്ല, അതായത് മൊബൈൽ ലെയറാണ്, ഡിഫ്യൂസ്ഡ് ലെയറാണ്. ഒന്നുകൂടെ വിശദമാക്കാം. നോക്കൂ, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, ഇത് കൊളോയിഡൽ പാർട്ടിക്കിളാണ്, ഈ ചെറിയ സർക്കിൾ. ഓക്കെ, ഇത് പോസിറ്റീവ് ചാർജിനെ അഡ്സോർബ് ചെയ്തു. അപ്പോൾ നോക്കൂ, പോസിറ്റീവ് ചാർജിൻ്റെ ഒരു ലെയർ കിട്ടി. ഇതാണ് ഫിക്സഡ് ലെയർ. ഈ കൊളോയിഡിന് പോസിറ്റീവ് ചാർജാണ്, സംശയമൊന്നുമില്ല, പോസിറ്റീവ് ചാർജാണ്. കുറച്ച് അപ്പുറത്ത് പോസിറ്റീവ് ചാർജാണ് ഫസ്റ്റ് ലെയർ, അതുകൊണ്ട് കുറച്ച് അപ്പുറത്ത് നെഗറ്റീവ് ചാർജിൻ്റെ ഒരു ലെയർ കൂടി ഫോം ചെയ്യും എന്നാണ് സങ്കല്പം. ഇതാണ് മൊബൈൽ ലെയർ. ഇങ്ങനെയാണ് രണ്ട് ലെയറുകൾ കിട്ടുന്നത്, പോസിറ്റീവ് ചാർജിൻ്റെ ഒരു ലെയറും നെഗറ്റീവ് ചാർജിൻ്റെ ഒരു ലെയറും. ഇനി തിരിച്ചും ആവാം. നെഗറ്റീവ് ചാർജാണ് ഫസ്റ്റ് ലെയർ എങ്കിൽ സെക്കൻഡ് ലെയർ എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ കൊളോയിഡുകൾക്ക് ചാർജിൻ്റെ ഒരു ഡബിൾ ലെയർ ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹെൽമോൾട്ട്സ് ഡബിൾ ലെയർ. ഈ രണ്ട് ലെയറുകളുടെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ ഓർ സീറ്റ പൊട്ടൻഷ്യൽ. ഈ രണ്ട് ലെയറുകളുടെയും ഇടയ്ക്കുള്ള
പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ ഓർ സീറ്റ പൊട്ടൻഷ്യൽ. The potential difference between the fixed layer and the diffuser layer of opposite charges is called electrokinetic potential or zeta potential. ഇനി മറ്റൊരു നോട്ട് കൂടെ ഉണ്ട്. കൊളോയിഡുകൾക്ക് ഒരേ ചാർജാണ് അല്ലേ. പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡിന് എല്ലാ പാർട്ടിക്കിൾസും പോസിറ്റീവ്ലി ചാർജ് ആയിരിക്കും. ഒരേ ചാർജ് ആണെങ്കിൽ വികർഷിക്കും, അടുത്തടുത്ത് വരില്ല, അതായത് കൊയാഗുലേറ്റ് ചെയ്യില്ല, പ്രസിപ്പിറ്റേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് കൊളോയിഡുകൾ സ്റ്റേബിളാണ്. അപ്പോൾ കൊളോയിഡുകൾക്ക് ഒരേ ചാർജ് ആയതുകൊണ്ട് അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നു. അതൊരു പോയിന്റാണ്. സ്റ്റെബിലിറ്റി കിട്ടാനുള്ള മറ്റൊരു കാരണം ബ്രൗണിയൻ മൂവ്മെൻ്റ് ആണ്. നമ്മൾ പഠിച്ചു കൊളോയിഡുകൾ കണ്ടിന്യൂസ് സിഗ്സാഗ് മോഷനിലാണ്. അത് കാരണവും കൊളോയിഡുകൾക്ക് സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ കൊളോയിഡുകൾക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ രണ്ട് കാരണങ്ങൾ. ഒന്ന് ബ്രൗണിയൻ മൂവ്മെൻറ്റ്, രണ്ടെന്താണ്, ദേ ക്യാരി സെയിം ചാർജ്. ഒരു പ്രോപ്പർട്ടി കൂടെ നമുക്ക് പരിശോധിക്കാം. ചാർജാണ് നമ്മൾ പരിശോധിച്ചത്. അടുത്തത് ഇലക്ട്രോഫോറസിസ്. ഒരു ചിത്രം നമുക്ക് പരിശോധിക്കാം. യു ആകൃതിയിലുള്ള ഒരു ഗ്ലാസ് ട്യൂബ്. എളുപ്പമാണ്. യു ആകൃതിയിലുള്ള ഒരു ഗ്ലാസ് ട്യൂബ്. രണ്ട് ഇലക്ട്രോഡുകൾ, പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡും. പ്ലാറ്റിനത്തിൻ്റെ ഇലക്ട്രോഡുകളാണ്. ഇവിടെയാണ് കൊളോയിഡ് എടുത്തിട്ടുള്ളത്. ഈ റോസ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കൊളോയിഡൽ പാർട്ടിക്കിൾ. ഓക്കെ, ഇതാണ് കൊളോയിഡ്. ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്താൽ ഈ പാർട്ടിക്കിൾസിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് കരുതുക. ഈ റോസ് കളറിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് കരുതുക. നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് എല്ലാം പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ സമീപത്തേക്ക് ഓടും, മൈഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഇലക്ട്രോഡിൻ്റെ മേലെ പറ്റിപ്പിടിച്ച് കിടക്കും. കൊയാഗുലേഷൻ എന്ന് നമുക്കിതിനെ വിളിക്കാം, പ്രസിപ്പിറ്റേഷൻ. അപ്പോൾ അവിടെയും ഇവിടെയും നിന്നിരുന്ന കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോഡിൻ്റെ സമീപത്തേക്ക് ചെല്ലും. ആ ഇലക്ട്രോഡിൻ്റെ മേലെ അടിഞ്ഞുകൂടും, കൊയാഗുലേറ്റ് ചെയ്യും. അതായത് ഡിസ്ചാർജിങ് നടക്കും. പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ സമീപത്തേക്ക് നെഗറ്റീവ് പാർട്ടിക്കിൾ ചെല്ലുമ്പോൾ ഡിസ്ചാർജിങ് നടക്കും. കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ചാർജ് നഷ്ടപ്പെടും. ചാർജ് നഷ്ടപ്പെട്ടാൽ ചത്തു അല്ലേ, അവർക്ക് ജീവനില്ല. ചാർജ് നഷ്ടപ്പെട്ടാൽ പോയി. അതുകൊണ്ടാണ് അനങ്ങാതെ ഇരിക്കുന്നത്. ഈ ഇലക്ട്രോഡിൻ്റെ മേലെ പറ്റിക്കൂടി ഇരിക്കും. ഇതിനെ കൊയാഗുലേഷൻ എന്ന് പറയും. നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇലക്ട്രോഡിൻ്റെ സമീപത്തേക്ക് മൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഫോറസിസ്. The migration of colloidal particles under the influence of an applied electric field is known as electrophoresis. നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ സമീപത്തേക്ക് ചെല്ലും. പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെ സമീപത്തേക്ക് ചെല്ലും. അപ്പോൾ പരീക്ഷണം തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെയാണ്, പരീക്ഷണം നടത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഈ പാർട്ടിക്കിൾസ് എല്ലാം ഇവിടെ ചെന്ന് അടിഞ്ഞുകൂടും, ഈ ഇലക്ട്രോഡിൻ്റെ മേലെ ചെന്ന് പറ്റിക്കൂടും. The migration of colloidal particles under the influence of an electric field, applied electric field, is called electrophoresis. കൊളോയിഡുകൾക്ക് ചാർജ് ഉണ്ട് എന്ന് തെളിയിക്കാൻ ഈ പരീക്ഷണം കൊണ്ട് പറ്റും. The existence of charge on colloidal particles is confirmed by electrophoresis. കൊളോയിഡുകൾക്ക് ചാർജ് ഉണ്ട് എന്ന് ഈ പരീക്ഷണത്തിൽ നിന്നും വ്യക്തമായി. Positively charged particles move towards the cathode and negatively charged particles move towards the anode. കാഥോഡിന് നെഗറ്റീവ് ചാർജാണ്. അതുകൊണ്ട് പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് കാഥോഡിൻ്റെ സമീപത്തേക്ക് മൂവ് ചെയ്യും. ആനോഡിന് പോസിറ്റീവ് ചാർജാണ്. അതുകൊണ്ട് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആനോഡിൻ്റെ സമീപത്തേക്ക് മൂവ് ചെയ്യും. ഈ ചലനത്തിനെ, ഈ മൈഗ്രേഷനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഫോറസിസ്.
ഒരു നോട്ട് കൂടെ. ഇലക്ട്രോഫോറസിസ് നമ്മൾ തടഞ്ഞാൽ, അതായത് കൊളോയിഡൽ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൊളോയിഡൽ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഡിസ്പേർഷൻ മീഡിയം മൂവ് ചെയ്യാൻ തുടങ്ങും. ഇതിനെയാണ് ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് തടഞ്ഞാൽ, അതായത് ഇലക്ട്രോഫോറസിസ് തടയപ്പെട്ടാൽ ഡിസ്പേർഷൻ മീഡിയം മൂവ് ചെയ്യാൻ തുടങ്ങും. ഇതിനെയാണ് ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. When electrophoresis is prevented by suitable means, എന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് ഇലക്ട്രോഫോറസിസ് തടഞ്ഞാൽ the dispersion medium begins to move in an electric field. ഡിസ്പേർഷൻ മീഡിയം ചലിക്കാൻ തുടങ്ങും. This is known as electro-osmosis. ഇതിനെയാണ് ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ഒരു ഡയഗ്രാം. ഇലക്ട്രോഫോറസിസ് ആണെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ് മൂവ് ചെയ്യുക. കൊളോയിഡൽ പാർട്ടിക്കിൾസിനാണ് മൂവ്മെൻറ്റ്. ഇനി കൊളോയിഡൽ പാർട്ടിക്കിൾസിന് മൂവ്മെൻ്റ് ഇല്ലെങ്കിൽ, എങ്ങനെയെങ്കിലും തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്ടർ, അതായത് ഡിസ്പേർഷൻ മീഡിയമാണ് മൂവ് ചെയ്യുന്നത്. കൊളോയിഡൽ പാർട്ടിക്കിൾ അല്ല മൂവ് ചെയ്യുന്നത്, ഡിസ്പേർഷൻ മീഡിയമാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് തടഞ്ഞാൽ ഡിസ്പേർഷൻ മീഡിയം മൂവ് ചെയ്യാൻ തുടങ്ങും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ ഓസ്മോസിസ്. ഇപ്പോൾ കൊളോയിഡ്സിൻ്റെ രണ്ട് പ്രോപ്പർട്ടികൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഒന്ന് ചാർജ്, മറ്റൊന്ന് ഇലക്ട്രോഫോറസിസ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം.